ഡോ വീരപ്പ, താനല്ലേ പറഞ്ഞേ എന്റെ മൂക്കി പല്ല് മുളച്ചിട്ട് കല്യാണം നടക്കൂന്ന്? പഞ്ചകല്യാണി സകല പത്തിയും മടക്കി ഒതുങ്ങി. അങ്ങനെ രഘുനന്ദന മേനോൻ വിവാഹ ജീവിതത്തിലേക്ക് കാലുകുത്താൻ പോകുന്നു. വെറുതെ അല്ല, ഞാനൊരു കാക്ക ഇങ്ങനെ മലന്ന് പറന്നു പോണുണ്ട്. കാണും കാണും. കാക്ക മാത്രമല്ല, സകലതും പറക്കും. മിസ്റ്റർ രഘുനന്ദന മേനോൻ ഭാര്യാസമേതനായി ഇവിടെ താമസം തുടങ്ങുമ്പോ താനും പറക്കും. മിസ്റ്റർ വീരപ്പൻ ഔട്ട്. ഞാനിപ്പോഴേ റെഡി. പക്ഷേ അതിനു മുമ്പ് ഔട്ടാക്കേണ്ടവരെല്ലാം വന്ന് കിടപ്പുണ്ട്. ആര്? ചെന്ന് നോക്ക്. നിങ്ങൾ വീട്ടിൽ പോയില്ലേ? ഇല്ല, അവരെന്നെ പിടികൂടും. എനിക്ക് പേടിയാണ്. അതിന് ഇങ്ങനെ വന്ന എന്തിനാ? വേറെങ്ങും പോകാൻ എനിക്ക് ധൈര്യമില്ല. മനുഷ്യത്വത്തിന്റെ പേരിൽ എനിക്ക് ചെയ്യാവുന്ന സഹായം ചെയ്തത് ശരി എന്ന് വെച്ച് എനിക്കൊരു ബാധ്യത ഏറ്റെടുക്കാനൊന്നും വയ്യ. എന്നെ സഹായിക്കണം. ഞാനങ്ങനെ സഹായിക്കും. നിങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. അതിനെന്താ സഹായിച്ച പറയൂ, ഞാൻ ചെയ്യാം. അയ്യോ, പോലീസിൽ അറിയിക്കരുത്. എന്താ പോലീസിൽ അറിയിച്ചാൽ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ പോലീസിൽ അറിയിച്ചാലെന്ന്? എന്താ മിണ്ടാത്ത നീ? നീ ആരാണ്? എന്താണ് നിന്റെ തൊഴിൽ? എന്തിനാ അവര് നിന്നെ പിന്തുടരുന്നത്? പറയ്. കള്ളിയാണ് നീ. നിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്നോടൊന്നും പറയണ്ട. നാളെ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. സത്യം നീ അവിടെ പറഞ്ഞാ മതി. എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. എന്നെ രക്ഷിക്കണം. രക്ഷിക്കാൻ ഞാൻ ആരാ? നിന്റെ സഹോദരനോ, ഭർത്താവോ, അതോ കാമുകനോ? മനുഷ്യത്വത്തിന്റെ പേരില് മാങ്ങാത്തൊലി. മനുഷ്യത്വം, അനുകമ്പ, സ്നേഹം ഇതൊക്കെ അർഹതപ്പെട്ടവർക്കുള്ളതാ. അല്ല നിന്നെ പോലെ കണ്ട എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അല്ല, നിങ്ങൾ ഉറങ്ങുന്നില്ലേ? താൻ പോയി കിടന്നു. നേരെ ഇപ്പൊ മണി പാതിരാത്രിയായി. തനിക്ക് വേണമെങ്കിൽ പോയി കിടക്കടോ. ഉറക്കാൻ നടക്കണോ? എന്നാ ഒരു താരാട്ട് കൂടെ പാട്. ഞാൻ പറഞ്ഞ പാട്ട് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ മാതിരി. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. അങ്ങാടി തോറ്റേന് അമ്മയോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എന്റെ നേരാണ്, അല്ലെങ്കിൽ എന്റെ സമയദോഷാണ്. എനിക്ക് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കേൾക്കണം. നാളെ എന്തുണ്ടാവും എനിക്കറിയില്ല. ചിലപ്പോ പോലീസുകാരുടെ പിടിയിൽ, ചിലപ്പോ കൊലയാളികളുടെ. അതിനു മുൻപ് ആരോടെങ്കിലും എനിക്കെല്ലാം തുറന്നു പറയണം. നീ പറയണതൊക്കെ സത്യമാണെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കും. നീ ശരിയല്ല. അതെ, ഞാൻ ശരിയല്ല. ആർക്കും തിരുത്താനാവാത്ത ഒരു തെറ്റാണ് ഞാൻ. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറയാൻ തോന്നുമ്പോഴൊക്കെ എന്ന് മനസ്സിലിടാൻ പഠിച്ച ഒരച്ഛന്റെ ഏക മകൾ. 10 വയസ്സുവരെ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായുള്ളൂ. അപ്പ ഫോട്ടോയിൽ കണ്ടത് അമ്മാമ്മയാണ്. അമ്മാമ്മയും മക്കളും. അമ്മ മരിക്കണത് എനിക്ക് ഓർമ്മയില്ല. അച്ഛനും ഇല്ലാണ്ടായപ്പോ സാരമില്ല കുട്ടിയെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ അമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട്ടില് ഞാനൊരു അനന്തരവളായിരുന്നില്ല, മൂത്ത മോളായിരുന്നു. കഞ്ഞിയും കണ്ണീരും ഒപ്പം പങ്കുവച്ച അമ്മമ്മ ഞങ്ങളെ വളർത്തിയത്. മദ്രാസിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ടൈപ്പിസ്റ്റായി ജോലി കിട്ടിയപ്പോ അമ്മാമ്മ എത്ര സന്തോഷിച്ചെന്നോ. അമ്മാമ്മ പറഞ്ഞു ഉടനെ കല്യാണം നടത്തണം, എന്റെയും മാധവേട്ടന്റെയും. ഞാനാ തടസ്സം പറഞ്ഞേ. രാധയുടെയും ലതയുടെയും കല്യാണം കഴിയാണ്ട് എനിക്കാ ഭാഗ്യം വേണ്ട. എന്നെ ലാളിച്ച് വളർത്തിയതിന് ഇങ്ങനെയല്ലാതെ ഞാൻ എങ്ങനെയാ കടം വീട്ടുക? രാധയുടെ കല്യാണം നടത്തി 20 പവനും 25,000 ഉറുപ്പികയും കൊടുത്തു. വെറും 1,800 രൂപ ശമ്പളം കിട്ടുന്ന എനിക്കത് കഴിയോ? 850 രൂപ ശമ്പളത്തില് പലചരക്ക് കടയിൽ പൊതിഞ്ഞു കൊടുക്കാൻ നിൽക്കണ മാധവേട്ടൻ എന്ത് സാധിക്കും? നിത്യവൃത്തിക്ക് വക കിട്ടാത്ത ഒരമ്പലത്തിലെ കഴകക്കാരന് സാധിക്കുമോ? ഒമേഗ ട്രാവൽസ് എന്ന പേരിൽ കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തിനു വേണ്ടി കാരിയറായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിലെ എൻ്റെ ഒരു കൂട്ടുകാരിയിലൂടെ എനിക്ക് കിട്ടിയ ഭാഗ്യം. മാസത്തിൽ ഒരിക്കലെങ്കിലും കോയമ്പത്തൂരിലും മധുരയിലും ഞാൻ സ്വർണം കൊണ്ടുപോകാറുണ്ട്. ഓരോ യാത്രയ്ക്കും 5,000 10,000 ഒക്കെ കിട്ടും. ഇഷ്ടമുണ്ടായിട്ടല്ല. അമ്പലമുറ്റത്ത് മാല കെട്ടി വളർന്നവളാണ്. എനിക്കെന്റെ കടപ്പാടുകൾ തീർക്കണം.
മാധവേട്ടനോടൊത്ത് ഒതുങ്ങി കഴിയണം. അത് മാത്രം മോഹിച്ചിട്ടാണ്. എന്നിട്ട് ഇപ്പോഴങ്ങനെ ഒമേഗ ട്രാവൽസ് നിങ്ങളുടെ ശത്രുക്കളായി? ഇപ്പൊ പണ്ടത്തെ പോലെ സ്വർണം വരണില്ല. 2 മാസത്തിലൊരിക്കൽ വന്നാലായി. എന്റെ വരുമാനം കുറഞ്ഞു. ലതയുടെ കല്യാണം ഉറപ്പിക്കുമ്പോ ഞാൻ കൂട്ടിയ കണക്കുകളൊക്കെ തെറ്റി. അവരെനിക്ക് ചതിക്കേണ്ടി വന്നു. ട്രിച്ചിയിലെ ഒരു ജുവലറിയിലേക്ക് തന്നുവിട്ട 25 സ്വർണ്ണ ബിസ്ക്കറ്റുകളിൽ 4 എണ്ണം ഞാൻ മോഷ്ടിച്ച് കടന്നതാണ്. അല്ലാതെ ലതയുടെ കല്യാണം നടത്താൻ ഒരു മാർഗവും എനിക്കില്ലായിരുന്നു. 3 ദിവസമേ ഉള്ളൂ ഇനി കല്യാണത്തിന്. ഞാൻ പിടിക്കപ്പെട്ടാലും അത് നടക്കണം. എന്നെ ലാളിച്ചു വളർത്തിയ അമ്മാമ്മയോട്, എന്നെ സ്നേഹിച്ച എന്റെ അനിയത്തിമാരോട്, എനിക്ക് മോഹങ്ങൾ തന്ന മാധവേട്ടനോട് എനിക്കെന്റെ കടങ്ങൾ വീട്ടണം. അതിനെന്നെ സഹായിക്കണം. അത് കഴിഞ്ഞ് എന്നെ പോലീസിൽ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഏത് കൊലയാളി സംഘത്തിനും കീഴ്പ്പെടാം. സഹായിക്കാം. പക്ഷേ ഒരു കാര്യം കൂടി എനിക്കറിയണം. നിങ്ങൾ എങ്ങനെ ഈ നെല്ലിയാമ്പതിക്കാട്ടിൽ വന്ന് പെട്ടു? സീതാലക്ഷ്മി, വേണ്ട, ഇപ്പൊ ഇനി ഒന്നും പറയണ്ട. സീതയ്ക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? മാധവൻകുട്ടി വാര്യര് ഞാനാണ്. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. എവിടെ എന്റെ കുട്ടി? ഇതിന് മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത്? അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഞാൻ മാധവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ മുട്ടാളന്മാര് വാര്യത്തും പരിസരത്തും എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ? മാധവൻ പറഞ്ഞു സീത എന്റെ വീട്ടിലുണ്ടെന്ന കാര്യം മറ്റാരും അറിയണ്ട. ദാ, ഇത് എനിക്ക് തോന്നിയോണം ഞാൻ വാങ്ങിയ ആഭരണങ്ങളാ. 50,000 ഉറുപ്പിയുണ്ട്. വിവാഹം നടക്കട്ടെ, അത് മുടങ്ങരുതെന്ന് സീതയ്ക്ക് നിർബന്ധമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് വന്ന് സീത കണ്ടോട്ടെ? ഇപ്പൊ വേണ്ട. അനിയത്തിയുടെ കല്യാണം കഴിയണവരെ അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന മട്ട് മതി. കുറച്ചു ദിവസം അന്വേഷിച്ചിട്ട് കാണാണ്ടാവുമ്പോ അവര് പൊക്കോളും. എന്റെ കുട്ടിയെ ഒരാപത്തും വരുത്താതെ നോക്കിക്കൊള്ളണേ. എന്റെ സംരക്ഷണയില് എന്റെ വീട്ടിൽ വെച്ച് സീതയ്ക്ക് ഒരാപത്തും സംഭവിക്കില്ല. പോരെ? അവളുടെ ബാഗിന്റെ അടിയില് ലെതറിന്റെ ഉള്ളില് തുന്നി വെച്ചിരിക്കണു 4 ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റോ? എന്റെ ഏട്ടത്തി ഗോൾഡ് ബിസ്ക്കറ്റ്സ്. ഈശ്വരാ, എന്നിട്ട് എനിക്കത് കൊണ്ടുവന്ന് വിറ്റു കൊടുക്കാൻ പറ്റൂ? കല്യാണത്തിനുള്ള ആഭരണവും പണവും വീട്ടിലെത്തിക്കുകയും വേണം. ഞാനെന്ത് ചെയ്യും? അവിടെയുള്ള കാശ് കൊടുത്തിട്ടുണ്ടാവും. രഘു, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണം കേട്ടോ. ഏട്ടൻ അറിഞ്ഞാ ഞാൻ പറയണ്ടല്ലോ. പ്രശ്നം അതല്ലേ ഏട്ടത്തി? കാശ് വെറുതെ സ്വീകരിക്കാൻ അവള് തയ്യാറല്ല. അവസാനം എനിക്ക് ആ ബിസ്ക്കറ്റ്സ് എടുക്കേണ്ടി വന്നു. രഘു, നീ എന്ത് വിവരക്കേടായി കാട്ടണേ? ഇതെന്താ കുട്ടികളിയാ? ഓ, ഒന്ന് പതുക്കെ. ഏട്ടത്തിയുടെ ആ തട്ടാനെ വിളിച്ച് ഏട്ടത്തിക്കും മക്കൾക്കും എന്തെങ്കിലും പണിതിടാലോ. എനിക്ക് വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. പണിപ്പിച്ച ലേഖയ്ക്ക് കൊടുക്ക്. അവൾ ഇതൊന്നും അറിയാൻ പാടില്ല. ശോ, പ്രശ്നമായല്ലോ. ഞാനിപ്പോ ഇതുകൊണ്ട് എന്ത് ചെയ്യും? അത് എവിടെ എടുത്ത് വെച്ചേക്കണത്? ദേ, എന്റെ പോക്കറ്റിലുണ്ട്. എന്റെ രഘു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഏട്ടൻ ഇങ്ങോട്ട് വരട്ടെ. ഇത് പറഞ്ഞിട്ട് തന്നെ കാര്യം. കള്ളക്കടത്ത് സ്വർണം പോക്കറ്റിലിട്ടാണ്. അല്ല രവി, ഞാൻ എന്താണ് രണ്ടാളും കൂടെ രഹസ്യമായിട്ട് സ്വർണത്തിന്റെ കാര്യം? ഹേയ്, ഒന്നുമില്ല. പിന്നെ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ വന്നിരിക്കണേ? ഇനി കല്യാണം കഴിയാതെ ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. അല്ല, എനിക്ക് ഇന്ന് തന്നെ പോണം. അവിടെ എത്തിയിട്ട് അത്യാവശ്യം ഉണ്ടേ. നീ പോയാ എങ്ങനെയാ? 2 ആഴ്ചയല്ലേ ഉള്ളൂ ഇനി കല്യാണത്തിന്. ഞാൻ മാത്രം ലീവ് എടുത്ത് ഓടിയാൽ നടക്കില്ല. നീ ഇവിടെ ഉണ്ടാവണം. രവിയോട് ലീവ് എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൂടി എനിക്ക് വേണം. ഒഴിവാക്കാൻ പറ്റാത്ത ചില അത്യാവശ്യങ്ങളുണ്ട്. നെന്മാറ സ്റ്റേഷനിൽ നാളെ വന്ന് പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല, ഞാൻ അവിടുന്ന് വെളുപ്പിനെ പോന്നേ. എന്നാ പിന്നെ ഓടി ഓടി വരണത് എന്തിനാ? അത് പിന്നെ ഞാനൊരു അത്യാവശ്യത്തിന് തൃശ്ശൂര് അല്ല പാലക്കാട്ട് പോയിട്ട് മടങ്ങണ വഴിയാ. അമ്മേ, ഇങ്ങനെയായിരുന്നു 30-ാം തീയതി ആലോചിക്കണ്ട. നീട്ടണാ നല്ലത്. ഇൻവിറ്റേഷൻ അടിക്കാൻ കൊടുത്തിട്ട് ഇനി നീട്ടൊന്നും വേണ്ട. അവ നാളെ മറ്റന്നാളോ കാര്യങ്ങളൊക്കെ തീർത്തു വരും. അല്ലേടാ? ആ, നോക്കട്ടെ. നോക്കട്ടെ എന്നോ? നിനക്കിതെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഏടത്തിയമ്മേ, എനിക്ക് ഊണ് വിളമ്പേ. കൊണ്ടിട്ട് ഞാൻ വേഗം പോട്ടെ. എന്നാ നീയും കൂടി ഇരിക്കടാ. മണി 12 ആയി. വന്നോളാം.